എല്ലാവർക്കും നമസ്കാരം. ഈ പ്രഭാതത്തിൽ നിങ്ങളേവരെയും ഒരിക്കൽ കൂടി കാണാൻ സാധിച്ചതിൽ വളരെയേറെ സന്തോഷം. ഈ പുലർക്കാലത്തിൽ ഈ തണുപ്പൊക്കെയുള്ള സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ് ഈ ഒരു ക്ലാസ് കേൾക്കാൻ കാണിക്കുന്ന താല്പര്യം വളരെ സന്തോഷം നൽകുന്നതാണ്. അയ്യപ്പനെ അറിയുക, ഞങ്ങൾ നാമകരണം ചെയ്ത സ്പിരിറ്റ് ഓഫ് ശാസ്ത എന്ന ഈ ഒരു ജ്ഞാനയജ്ഞം ഇന്ന് 17ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. നാളെ കൂടെ ആകുമ്പോൾ 18 എന്ന ആ അയ്യപ്പൻ്റെ മാസ്മരിക സംഖ്യ നമ്മളെത്തും. അപ്പം നമ്മൾക്കറിയാം, ശരിക്കും അയ്യപ്പൻ്റെ തീർത്ഥാടനത്തിൽ ഏറ്റവും പ്രധാനമാണ് 18 പടികൾ എന്നുള്ളത്. അപ്പോൾ ഏവരെയും ഒരിക്കൽ കൂടി ഈ പരിപാടിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ജ്ഞാനയജ്ഞത്തിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഓം വന്ദേ ഗുരുപാദദ്വന്ദ്വം അവാങ് മാനസഗോചരം രക്തശുക്ലപ്രഭാമിശ്രം അതൈർക്യം ത്രൈപുരം മഹാ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ അയ്യപ്പൻ്റെ തത്വം അല്ലെങ്കിൽ ധർമ്മശാസ്താവിൻ്റെ തത്വങ്ങൾ, ആചരണങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് തത്വങ്ങളുണ്ട്, മൂല്യങ്ങളുണ്ട് നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടത്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിശകലനം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഭാരതീയ ദർശനത്തിൽ, പൊതുവേ നമ്മുടെ മതദർശനങ്ങളിൽ അല്ലെങ്കിൽ സാംസ്കാരിക ദർശനങ്ങളിൽ എപ്പോഴും നമ്മൾ ഈശ്വരന്മാരുടെ അല്ലെങ്കിൽ ദേവതകളുടെ സ്വരൂപം വർണ്ണിക്കുന്ന സമയത്ത് നമ്മൾ പൊതുവെ വാഹനം, അല്ലേ, എല്ലാ ദേവീദേവന്മാർക്കും വാഹനം എന്ന ഒരു ആശയം നമ്മൾ പണ്ട് മുതൽക്കേ പ്രാവർത്തികമായി നമ്മുടെ ആരാധനാ സമ്പ്രദായങ്ങളിൽ ഒക്കെ കാണാം. അപ്പോൾ അതിനെക്കുറിച്ചിട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് ശരിക്കും ഒരു വാഹന എന്ന സങ്കല്പം? ശരിക്കും ദേവതയ്ക്ക് വാഹനം എന്ന സങ്കല്പത്തിൻ്റെ പിന്നിലെ ആശയത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ തവണ സംസാരിച്ചത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, വാഹനം എന്ന സങ്കല്പത്തിൻ്റെ ചുരുള് എന്താണ്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പ്രതീകാത്മത, ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പോൾ വാഹനം എന്ന സങ്കല്പത്തിൻ്റെ തന്നെ ഒരു വീക്ഷണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഒന്നുകൂടെ ഓർത്തെടുത്താൽ, വാഹനം ദേവീദേവന്മാർ സഞ്ചരിക്കുന്ന ഒരു പീഠം, അല്ലെങ്കിൽ നമ്മൾ, കാരണം മിക്ക ദേവീദേവന്മാരുടെ വന്ദനാ ശ്ലോകങ്ങളിൽ അല്ലെങ്കിൽ ധ്യാന ശ്ലോകങ്ങളിൽ വിവരിക്കുമ്പോൾ ഇപ്പോൾ സിംഹാസന അല്ലെങ്കിൽ സിംഹാരൂഢ എന്നൊക്കെ സൂചിപ്പിക്കുന്ന കാണാം. അപ്പോൾ അതായത് ഒരു പീഠം, അല്ലേ, നമ്മൾ ആരൂഢമായിരിക്കുന്ന ആ ദിവ്യ ചൈതന്യം ആരൂഢമായിരിക്കുന്ന ഒരു പീഠം അല്ലെങ്കിൽ വാഹനം ഒക്കെയാണ് ശരിക്കും നമ്മൾ വാഹനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ശരിക്കും ആ ദേവി ചൈതന്യം അല്ലെങ്കിൽ ദേവതാ ചൈതന്യം സഞ്ചരിക്കുവാനോ സവാരി ചെയ്യാനോ ഉപയോഗിക്കുന്ന ഒരു, നമ്മൾ മാനുഷിക തലത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം പോലെയല്ല, മറിച്ച് ആ ചൈതന്യം, ആ ദേവതാ ചൈതന്യം മറികടക്കുന്ന ഒരു ഘട്ടത്തെ സൂചിപ്പിക്കുന്നതാണ് ശരിക്കും. ആ ചൈതന്യം മറികടക്കുന്നതോ അല്ലെങ്കിൽ ആ ദിവ്യ ചൈതന്യത്താൽ നിയന്ത്രിക്കപ്പെടുന്നതിൻ്റെയോ ഒരു പ്രതീകമായിട്ട് ആണ് വാഹനങ്ങൾ സൂചിപ്പിക്കുക. അല്ലെങ്കിൽ വാഹനങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വാഹനങ്ങളെ നമ്മൾ വിഗ്രഹങ്ങളുടെ ഭാഗമായിട്ടൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ വിഷ്ണു, അല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, വിഷ്ണു ഭഗവാന്റെ വാഹനം ബഹിരാകാശത്ത് അല്ലെങ്കിൽ ആകാശത്ത് വ്യാപിക്കുന്ന പക്ഷിരാജനായ ഗരുഡനാണ്, അല്ലേ. അതെന്താണ് ശരിക്കും? വിഷ്ണു എന്ന ചൈതന്യം തൻ്റെ ആധിപത്യത്തെ ഈ പ്രപഞ്ചത്തിലുള്ള ഈ ഭൂഖണ്ഡത്തിലുള്ള എല്ലാത്തിൻ്റെ മേൽ തൻ്റെ ആധിപത്യം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ഗരുഡൻ എന്ന പക്ഷിയാൽ അല്ലെങ്കിൽ വാഹനത്താൽ പ്രതീകപ്പെടുത്തുന്നതാണ്. വിശാലമായ ചിറകുകൾ, വളരെ ഉയരത്തിൽ ദീർഘദൂരത്തിൽ പറക്കാൻ കഴിയുന്ന ഒരു ജീവിയെ വാഹനമാക്കി വെക്കുന്നത് വഴി നമ്മൾ മനസ്സിലാക്കുന്ന പ്രതീകാത്മത അതാണ്. ശിവനെ എടുത്ത് നോക്കിയാൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ പോലെ നന്ദി അല്ലെങ്കിൽ, അല്ലേ, ഋഷഭൻ ആണ്.
കാരണം ഭൗതികമായ ആവിർഭാവത്തിന് അല്ലെങ്കിൽ ഭൗതികമായ അവതാരത്തിന് സംഹാരത്തിനുള്ള ഒരു തത്വം എന്ന നിലയിൽ ശിവൻ മനസ്സിനെയും ശരീരത്തെയും കീഴടക്കുന്ന ഒരു തത്വമാണ്. അവനവൻ്റെ അസ്തിത്വം, അവബോധം, പിന്നെ ബോധം എന്നിവയിൽ ആ ശരീരത്തെയും മനസ്സിനെയും കീഴടക്കി ഈ പറയുന്ന ത്രിതത്വത്തിൽ ലയിപ്പിക്കുന്ന ഒരു ചൈതന്യം അല്ലെങ്കിൽ വിശേഷമാണ് ശിവൻ എന്ന തത്വം. അപ്പം അതുകൊണ്ട് തന്നെ ഋഷഭൻ എന്നാണ് വാഹനം. ഇനി അയ്യപ്പൻ്റെ കാര്യം എടുത്ത് നോക്കിയാൽ നമുക്കറിയാം, അയ്യപ്പനും കടുവയും അല്ലേ, അത് തമ്മിൽ ഐതിഹാസികപരമായ ഒരു ബന്ധം നിലനിൽക്കുന്നത് നമ്മൾ അയ്യപ്പൻ്റെ കഥകളിലൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അയ്യപ്പനും കടുവകളും തമ്മിലുള്ള ബന്ധം പുരാണത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അത് ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ഹൈന്ദവ വിശ്വാസത്തിലും അതിൻ്റെ പ്രതീകാത്മകതയിലും ഒക്കെ ആഴത്തിൽ ഈ ഒരു ബന്ധം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പല ചിത്രീകരണങ്ങളിലും അയ്യപ്പൻ്റെ ചിത്രങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെ അയ്യപ്പൻ കടുവപ്പുറത്ത് കയറി സഞ്ചരിക്കുന്നതായിട്ട് വരച്ചതായിട്ട് അല്ലെങ്കിൽ ചിത്രീകരിച്ചതായിട്ട് നമ്മൾക്ക് കാണാം. ഇത് ശരിക്കും എന്താണ് സൂചിപ്പിക്കുന്നത്? ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, പ്രാഥമികമായ ശക്തികളുടെ മേൽ തൻ്റെ വൈദഗ്ധ്യം, അതുപോലെ സംരക്ഷണത്തിനും അവയ്ക്കുള്ള മാർഗനിർദ്ദേശനത്തിനുമായി അവരുടെ ശക്തി ഉപയോഗിക്കാനുള്ള കഴിവിനെ പ്രതീകപ്പെടുത്തുന്നതാണ്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അയ്യപ്പൻ 5 അല്ലേ, 5ൻ്റെ അപ്പൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് ഭൂതനാഥൻ, പഞ്ചഭൂതങ്ങളുടെ അതീശത്വമായ ചൈതന്യമായിട്ടാണ് അയ്യപ്പനെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ ശക്തികളുടെ അല്ലെങ്കിൽ തത്വങ്ങളുടെ അല്ലെങ്കിൽ പ്രാഥമിക ശക്തികളുടെ മേലുള്ള തൻ്റെ വൈദഗ്ധ്യം, അത് കൺട്രോൾ ചെയ്യാനും അതിനെ റിലേറ്റ് ചെയ്യാനുള്ള തൻ്റെ വൈദഗ്ധ്യം, അതുകൂടാതെ സംരക്ഷിക്കാനുള്ള അതുകൂടാതെ തന്നെ ഇവയ്ക്ക് തൻ്റെ ഭക്തർക്ക് അല്ലെങ്കിൽ തൻ്റെ സാധകർക്ക് ഇവ എങ്ങനെ ഉപയോഗിക്കണം അല്ലെങ്കിൽ ഇവ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള മാർഗനിർദ്ദേശത്തിനും ഒക്കെ ശക്തി ഉപയോഗിക്കാനുള്ള, അതിനുവേണ്ടി തൻ്റെ ശക്തി ഉപയോഗിക്കാനുള്ള കഴിവിനെയാണ് ശരിക്കും കടുവമേൽ സഞ്ചരിക്കുന്നതായിട്ട് അയ്യപ്പനെ മനസ്സിലാക്കേണ്ടത്. കടുവ കുറിച്ച് പറയുമ്പോൾ ദുർഗാദേവിയുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ട് കാണാം അല്ലെ. അയ്യപ്പൻ, ദുർഗ, മഹിഷി, ഇതൊക്കെ നമുക്കൊരു റിലേറ്റ് ചെയ്ത് വരേണ്ടതാണ്. നമ്മൾ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്ത് തന്നെ വരുന്നതാണ്. കാരണം പൊതുവെ അയ്യപ്പൻ എന്ന ആ ഒരു, അല്ലെങ്കിൽ ശബരിമല ശാസ്താവ്, മണികണ്ഠൻ എന്ന ആ ഒരു തീർത്ഥാടനം അല്ലെങ്കിൽ നമ്മുടെ ആചരണ പദ്ധതിയൊക്കെ നമ്മൾ ശരിക്കും ഐസൊലേറ്റ് ചെയ്ത് വേറെ തന്നെ ഒരു ദേവതയായിട്ടാണ് നമ്മൾ സാമാന്യ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പുരാണങ്ങളിൽ ഇല്ലാത്ത ഒരു, അല്ലെങ്കിൽ നമ്മുടെ ദർശനങ്ങളിൽ ഒന്നും പറയാത്ത ഒരു അവതാര പുരുഷൻ, കലിയുഗ വരദൻ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും പുരാണങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ കാണാം ഇത് ആ ഒരു കൈവഴി തന്നെയാണ്, ആ ഒരു ചങ്ങലയുടെ ഒരു കണ്ണി മാത്രമാണ് എന്ന് നമുക്ക് കാണാം. അതായത് പ്രധാനപ്പെട്ട നമ്മുടെ ആ സാംസ്കാരിക ധാരയിൽ അല്ലെങ്കിൽ ആ ആധ്യാത്മിക ധാരയിലെ ഒരു കണ്ണിയാണ് കലിയുഗത്തിലെ മണികണ്ഠൻ എന്ന ശബരിമലയിലെ അയ്യപ്പൻ. അപ്പോൾ കടുവകള് ദുർഗാദേവിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞു. കടുവകൾ എന്താണ് ശരിക്കും റെപ്രസെന്റ് ചെയ്യുന്നതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? കടുവയുടെ ക്രൂരത അല്ലെ, ക്രൂരതയും അതുപോലെ അതിൻ്റെ തന്നെ സംരക്ഷണ സ്വഭാവം പ്രതീകമായിട്ടാണ് നമ്മൾ പലപ്പോഴും കടുവയുടെ മേൽ സവാരി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് ശത്രുക്കളോട് വളരെ ടഫായി ക്രൂരമായി അവരെ അടിച്ചമർത്താനുള്ള ആ ഒരു ചൈതന്യം, അതുപോലെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ചൈതന്യം, ഇതാണ് ശരിക്കും കടുവയെ കൊണ്ട് നമ്മൾ ആധ്യാത്മിക മണ്ഡലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട തത്വം. അപ്പോൾ ഹിന്ദു പുരാണങ്ങളിൽ ഈ പറയുന്ന പോലെ കടുവകളെ ശക്തിയുടെയും ധൈര്യത്തിൻ്റെയും അതുപോലെ തന്നെ പ്രൊട്ടക്റ്റീവ് ഫോഴ്സ്, സംരക്ഷണത്തിൻ്റെയും പ്രതീകങ്ങളായിട്ടാണ്, ഐക്കൺസ് ആയിട്ടാണ് ഉപയോഗിക്കുക. ഞാൻ പറഞ്ഞു അല്ലേ, കാരണം ദേവീ ദേവന്മാരുടെ ചിത്രങ്ങളൊക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ അതൊക്കെ ഒരു ഐക്കൺസ് ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് പ്രതീകങ്ങളാണ്. ആ പ്രതീകത്തിൽ നിന്ന് നമ്മൾ തത്വത്തെ വേർതിരിച്ചെടുക്കാൻ വേണ്ടി സാധിക്കണം. അല്ലാതെ ആ പ്രതീകത്തിൽ നമ്മൾ കുടുങ്ങി അവിടെ തന്നെ നിൽക്കരുത്. അങ്ങനെ വരുമ്പോഴാണ് ഈ പറയുന്ന പോലെ നമ്മുടെ ദേവീ ദേവന്മാരെയൊക്കെ അപഹാസ്യരായി നമ്മൾക്ക് തോന്നുന്നത്. എന്താണ് ഇങ്ങനെ എലിപ്പുറത്ത് സഞ്ചരിക്കുന്ന ഗണപതി എന്നൊക്കെ നമ്മൾ വിചാരിച്ചു പോകുന്നില്ലേ? അതെന്താണ്, എലിയെ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? കാരണം അത് മനസ്സിനെയാണ്, മനസ്സിന്റെ മേലുള്ള നിയന്ത്രണമാണ് ശരിക്കും എലിയുടെ മേൽ ഗണപതി. കാരണം
മനസ്സ് ആഗ്രഹങ്ങളുടെ പിറകെ അല്ലെ എലി പോകുന്നത് കണ്ടില്ലേ, അതുപോലെ മനസ്സ് എപ്പോഴും സദാ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ആ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിന്റെ അതീശത്വം എന്താണ്? ബോധം ഉണർത്തിയാൽ അങ്ങനെയുള്ള ഓട്ടത്തിൽ നിന്ന് മനസ്സ് പിന്തിരിയും. അപ്പൊ ഇങ്ങനെ ഓരോ വാഹനം എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് അതിൻ്റെ ആ പ്രതീകത്തിൽ നിന്ന് അതിൻ്റെ തത്വത്തെ വേർതിരിച്ചെടുക്കണം. അയ്യപ്പനെ പോലെ ഈ ഗുണങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ദേവതകളുമായി അവർ ഈ വാഹനങ്ങൾ അല്ലെങ്കിൽ വാഹനങ്ങളാകുന്ന പ്രതീകങ്ങൾ പലപ്പോഴും ബന്ധപ്പെട്ടിരിക്കും, അല്ലെങ്കിൽ കണക്റ്റഡ് ആണ്. അയ്യപ്പനും കടുവകളും തമ്മിലുള്ള ബന്ധം അല്ലെ, തൻ്റെ ഭക്തർക്ക് എന്താണ് ആ ബന്ധം എന്ന് പറഞ്ഞാൽ, തൻ്റെ ഭക്തർക്ക് അവരുടെ ആത്മീയ യാത്രയിൽ, അതായത് സാധകരുള്ള ആത്മീയ യാത്രയിൽ അവർക്കുള്ള ശക്തി പകരാനും അവർക്കുള്ള മാർഗനിർദ്ദേശവും പ്രദാനം ചെയ്യുന്ന ഒരു സംരക്ഷകനായി, ഒരു പ്രൊട്ടക്ടറായിട്ട് അദ്ദേഹത്തിൻ്റെ പങ്ക് അല്ലെങ്കിൽ അയ്യപ്പൻ്റെ പങ്ക് അടിവരയിടുന്നതാണ് ആ ഒരു തത്വം. അപ്പം പുലിപ്പുറത്ത് കയറിയ അയ്യപ്പൻ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്. കാരണം ആ ചൈതന്യം, ശാസ്താ ചൈതന്യം എന്ത് ആണ് ഉദ്ദേശിക്കുന്നത്? ഈ പറയുന്ന പോലെ പ്രാഥമിക മൂലക ശക്തികളുടെ ശക്തിയും അവയുടെ സംരക്ഷണവും അതുപോലെയുള്ള മാർഗനിർദ്ദേശത്തിനുമൊക്കെ ആയി ആ തൻ്റെ അതീശത്വം വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് കടുവകളെ അവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ അയ്യപ്പനും കടുവകളും തമ്മിൽ പൗരാണികമായ ബന്ധം അല്ലെ, പുരാണങ്ങളിൽ തന്നെ ഇത് വിവരിച്ചത് നമ്മൾ കാണുന്നത്. അപ്പോൾ ദൈവികമായ ഈശ്വരീയമായ സംരക്ഷണത്തിൻ്റെയും ശക്തിയുടെയും ശക്തമായ പ്രതീകമായിട്ടാണ് ഈ ഒരു ചിത്രീകരണം, ഈ ഒരു ഐക്കൺ വർത്തിക്കുന്നത്. കടുവയുടെ പാൽ പോലുള്ള വഴിപാടുകളിലൂടെ അവൻ്റെ അനുഗ്രഹം തേടാൻ ഭക്തരെ പ്രചോദിപ്പിക്കുന്നു. മനസ്സിലായോ? അപ്പം അയ്യപ്പൻ്റെ വാഹനം, ഇപ്പം നമ്മൾ എല്ലാ ദേവീ ദേവന്മാരുടെ ഏകദേശം അല്ലെ വാഹനങ്ങളുടെ തത്വം നമ്മൾ മനസ്സിലാക്കി. എന്താണ് ഭാരതീയതയിൽ വാഹനങ്ങൾ അല്ലെ, ദേവീ ദേവന്മാരുടെ ചിത്രങ്ങളിൽ ചിത്രീകരണത്തിൽ വാഹനങ്ങൾ എന്തിനാണ് ഉൾപ്പെടുത്തുന്നത് എന്നുള്ള ആ തത്വമാണ് നമ്മളിവിടെ പരിശോധിച്ചത്. കാരണം ശബരിമലയിലും നമ്മൾക്ക് അയ്യപ്പന് വാഹനം കാണുന്നുണ്ട്. പക്ഷെ അയ്യപ്പന് ഈ പറയുന്ന പോലെ ശബരിമലയിലെ മണികണ്ഠന് പുലിപ്പുറത്ത് ഒരു ഭാവം ഉണ്ടെങ്കിലും അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ പോലെ അഷ്ടശാസ്ത്ര ബന്ധം ആയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ അഷ്ടശാസ്ത്ര രൂപങ്ങളിലേക്ക് ശാസ്താവിൻ്റെ ആരാധനാ സമ്പ്രദായങ്ങൾ പോകുമ്പോൾ അവിടെ നമ്മൾ മാറ്റം കാണാം. കുതിരപ്പുറത്ത് ഏറിയ അയ്യപ്പനെ കാണാം, ആനപ്പുറത്ത് ഏറിയ അയ്യപ്പനെ കാണാം. അപ്പൊ ഇതൊക്കെ ഈ പറയുന്നത് ആ ചൈതന്യത്തെ വ്യത്യസ്ത ഭാവങ്ങളിൽ ആരാധിക്കുമ്പോൾ അവയുടെ വാഹനങ്ങൾ മാറുന്നതായിട്ട് നമ്മൾക്ക് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം. അല്ലാതെ നമ്മൾ കൺഫ്യൂഷനിലേക്കല്ല പോകേണ്ടത്. ഈ ക്ലാസ്സും ഇങ്ങനെയുള്ള ഈ പരമ്പരയൊക്കെ നമ്മൾക്ക് എന്തിനാണ്? യഥാർത്ഥ തത്വം. നാളെ നമ്മുടെ കുട്ടികൾ ചോദിച്ചാലും നമുക്ക് അവർക്ക് തൃപ്തി വരുന്ന ഒരു ഉത്തരം നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സാധിക്കണം. അല്ലാതെ നമ്മൾ എന്തെങ്കിലും, കാരണം ഇന്ന് നമ്മളെ പോലെയല്ല, നമ്മുടെ കുട്ടികൾ നമ്മളെക്കാൾ വളരെ കേമന്മാരും വളരെ ബുദ്ധിശക്തിയുള്ള ആളുകളുമാണ്. അപ്പോൾ ഓരോ തലമുറ മാറുന്നതിനനുസരിച്ച്, പുതിയ പുതിയ തലമുറ വരുന്നതിനനുസരിച്ച് അവരുടെ ഇൻ്റലക്റ്റ് വളരെ കൂടിയ അവസ്ഥയിൽ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഇൻ്റലക്റ്റിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് തൃപ്തിപ്പെടുത്തുന്ന, അവരുടെ മനസ്സിന് തൃപ്തികരമായ ഉത്തരങ്ങൾ നൽകുവാൻ നമ്മൾക്ക് കഴിയണം. അതല്ലെങ്കിൽ അവരെ എപ്പോഴും ഇതിനെയൊക്കെ ഒരു പരിഹാസ്യമായി നമ്മുടെ ഋഷീശ്വരന്മാർ ലോകത്തിന് തന്ന ഈ വിദ്യയൊക്കെ ആധുനികതയുടെ കണ്ണിൽ, ശാസ്ത്രത്തിൻ്റെ കണ്ണിൽ മാത്രം അവർ നോക്കി കാണും. കാരണം ഈ പറയുന്ന പോലെ ഇതൊക്കെ ഒരു ഗുപ്തമായ അർത്ഥമുണ്ട്, പ്രതീകങ്ങളാണ്, ഐക്കൺസ് ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം നമുക്ക് കുട്ടികൾക്ക്. അസുരൻ എന്ന വാക്ക് ശക്തമായ സ്വഭാവം എന്നാണ് ശരിക്കും. അസുരൻ എന്ന് ആസുരികത എന്ന് പറഞ്ഞാൽ ശരിക്കും വളരെ ശക്തമായ ഒരു ഒരു പ്രകൃതം, ഒരു സ്വഭാവമാണ്. കൈവശപ്പെടുത്താൻ വേണ്ടിയിട്ട് വളരെ ഉത്സുകമായിട്ട് അല്ലെങ്കിൽ ഉല്ലസിതമായി അല്ലെങ്കിൽ ത്വര, കൈവശപ്പെടുത്താനുള്ള ത്വര. എന്തിനെങ്കിലും കൈവശപ്പെടുത്താനുള്ള ശക്തമായ ഒരു സ്വഭാവ പേറുന്ന ചൈതന്യങ്ങളെയാണ് ശരിക്കും നമ്മൾ അസുരൻ എന്ന് വിളിക്കുക. നമ്മളെ പലപ്പോഴും അസുരൻ എന്ന് വിളിക്കുമ്പോൾ ഈ പറയുന്ന പോലെ കംപ്ലീറ്റ് ആയിട്ട് അല്ലെ, നമ്മൾക്ക് തന്നെ പുരാണങ്ങളിൽ കാണാം രാവണനെ പോലെയുള്ള ഒരുപാട് അസുരന്മാര്, വളരെ പാണ്ഡിത്യമുള്ള ആളുകളൊക്കെ നമ്മൾക്ക് കാണാം. അപ്പൊ എന്തുകൊണ്ടാണ് അവർക്ക് പരാജയം നമ്മൾ സംഭവിക്കുന്നതെന്ന് വളരെ രസകരമായിട്ട് തന്നെ നമ്മൾ അതൊന്ന് ആലോചിക്കണം. കാരണം എന്താണ്? എപ്പോഴും ദേവന്മാരോട് കിടപിടിക്കാൻ അത്രയും ശക്തി അസുരന്മാർക്കുണ്ട്. ശക്തമായ സ്വഭാവ പ്രകൃതമുള്ള ആൾക്കാരാണ്.
എന്താണ് അവരുടെ കുഴപ്പം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും സ്വാർത്ഥതയാണ്, എല്ലാത്തിനെയും കൈവശപ്പെടുത്തണം, തൻ്റെതാക്കി വെക്കണം. അങ്ങനെ ഒരു അധീശത്വം, അതിൽ മാത്രം ലോകത്തെ നോക്കി കാണുന്ന ആളുകൾ അല്ലെങ്കിൽ ചൈതന്യങ്ങളാണ് നമ്മൾ ശരിക്കും അസുരൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മഹിഷാസുരനെ ഒന്ന് എടുക്കാം. എരുമയുടെ രൂപത്തിലാണ് മഹിഷൻ, അല്ലെ? അപ്പോൾ അത് എന്താണ് പ്രതീകവൽക്കരിക്കുന്നത്? മഹിഷൻ അന്ധകാരം അല്ലെങ്കിൽ വെറും വിശ്രമിക്കുന്ന ഒരു സ്വഭാവം, അജ്ഞത, ജഡത്വം, ഇങ്ങനെയുള്ള സ്വഭാവങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പുരാണങ്ങളിൽ ഈ എരുമയുടെ പ്രയോഗം ഉപയോഗിക്കുന്നത്. അപ്പം മഹിഷാസുരൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്ധകാരമാണ്, ജഡത്വമാണ്, പിന്നെയോ അജ്ഞതയാണ്. ഈ സ്വഭാവങ്ങളൊക്കെ ഉള്ള, എന്നാൽ കീഴടക്കാൻ വേണ്ടിയിട്ടും കൈവശപ്പെടുത്താൻ വേണ്ടിയിട്ടും ആഗ്രഹിക്കുന്ന ഒരു ആത്മാവിനെ സൂചിപ്പിക്കുന്നതാണ് പുരാണങ്ങളിൽ മഹിഷാസുരൻ എന്ന പേര്. ഇനി മുതൽ നിങ്ങൾ മഹിഷാസുരൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഓടി വരേണ്ട ഒരു ചിന്ത എന്താണ്? അന്ധകാരം, സദാ വിശ്രമിക്കുന്ന ഒരു സ്വഭാവം, ജഡത്വം, അജ്ഞത എന്നീ സ്വഭാവങ്ങളുള്ള, എല്ലാം തൻ്റെ കൈവെള്ളയിൽ ഒതുക്കാൻ, എല്ലാത്തിനെയും കീഴടക്കി കൈവശപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു ആത്മാവ്, അതിനെ സൂചിപ്പിക്കാനാണ് മഹിഷാസുരൻ എന്ന് പുരാണങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ദുർഗാദേവിയുമായിട്ടുള്ള, അല്ലേ, നമ്മൾ ദുർഗാ സപ്തശതിയിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവും, അല്ലേ? മഹിഷാസുരനുമായിട്ടുള്ള യുദ്ധത്തിൽ മഹിഷൻ ഓരോ രൂപം മാറി 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 വരുന്നതായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇപ്പൊ രൂപം മാറുന്ന അസുരനായിട്ട് അവിടെ വർണ്ണിച്ചിട്ടുണ്ട്. അവസാനത്തെ രൂപമായിരുന്നു എരുമയുടെ രൂപം സ്വീകരിക്കുക. ഈ വർണ്ണനയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ശക്തി വർദ്ധിക്കുന്നതിന് അനുസൃതമായിട്ട് അല്ലെങ്കിൽ ആനുപാതികമായിട്ട് നമ്മുടെ ഉള്ളിൽ അഹങ്കാരവും വളരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ മനുഷ്യന്റെ ജീവിതക്രമത്തിൽ നമ്മൾക്ക് ശക്തി വർദ്ധിക്കുക, അത് ഏത് രീതിയിലും ആവാം, ജ്ഞാനം കൊണ്ടാവാം, സമ്പത്ത് കൊണ്ടാവാം, അല്ലെങ്കിൽ കായികമായിട്ടാവാം, എങ്ങനെയായാലും നമ്മുടെ ശക്തി നമ്മളിലുള്ള ശക്തി വർദ്ധിക്കുന്നതിന് അനുസൃതമായി അല്ലെങ്കിൽ ആനുപാതികമായി നമ്മൾക്ക് അഹങ്കാരം വളരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതിനാൽ അന്ധമായ അജ്ഞത നമ്മുടെ സ്വഭാവത്തിൽ എങ്ങനെ കുടികയറുന്നു അല്ലെങ്കിൽ കുടിയേറി പാർക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ നമ്മൾ ഈ പറഞ്ഞ കാര്യം. അതായത് മഹിഷൻ എരുമയായി മാറുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ശക്തിയും കരുത്തുമുള്ള ആ ഒരു അസുരൻ, എല്ലാത്തിനെയും കീഴടക്കാൻ ഉള്ള ആ അസുരന് ശക്തി വർദ്ധിച്ചപ്പോൾ എന്തായി? അയാളുടെ ഉള്ളിൽ അഹങ്കാരം എല്ലാം കുടിയേറി പാർക്കാൻ തുടങ്ങി. അതിനാൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മുടെ അന്തരംഗം അത്തരം അഹങ്കാരത്തിൻ്റെയും അജ്ഞതയുടെയും വാസസ്ഥലം ആക്കി മാറ്റിയാൽ നമ്മൾ ശക്തി ആർജിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഉള്ളിലുള്ള ആ അഹങ്കാരം വളർന്ന് ആ അഹങ്കാരത്തെ നമ്മുടെ ഉള്ളിൽ സദാ വസിക്കാൻ അനുവദിച്ചാൽ എന്ത് സംഭവിക്കും? നമ്മൾ സ്വയം നാശത്തിലുള്ള ഒരു പാതയിലേക്ക് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഈ സഞ്ചരിക്കുന്നത് മാത്രമല്ല കുഴപ്പം, ഈ സഞ്ചരിക്കുന്നതോടുകൂടി നമ്മൾ ആ വഴി തെറ്റാണെന്ന് അറിഞ്ഞാൽ മാറി വരാൻ വേണ്ടി ഈ അഹങ്കാരം നമ്മളെ സമ്മതിക്കില്ല. അതായത് ഒരു പോയിന്റിൽ നമ്മൾക്കിത് മനസ്സിലായി മാറണം എന്ന് വിചാരിച്ചാലും അതിനുള്ള മനക്കെട്ടി നമ്മൾക്ക് ലഭിക്കില്ല. കാരണം അഹങ്കാരം അതിനെ പ്രിവെന്റ് ചെയ്ത് പിടിക്കും. അപ്പം പിന്നെ നമ്മളുടെ യാത്ര സദാ നാശത്തിലേക്കായിരിക്കും. അപ്പം ഇതാണ് നമ്മൾ മഹിഷാസുരൻ എന്ന ഒരു മെറ്റഫോർ അല്ലെങ്കിൽ രൂപകത്തെ പുരാണങ്ങളിൽ കാണുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കേണ്ടതും നമ്മൾ പഠിച്ചു വെക്കേണ്ടതുമായ കാര്യം ഇതാണ്. പിന്നെ മഹിഷാസുരൻ വരൊക്കെ കിട്ടി, മഹിഷിയായാലും വരൊക്കെ കിട്ടി ദേവന്മാരെ പീഡിപ്പിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അല്ലെ? അത് ഒരു തരത്തിൽ എന്താണ്? അന്ധകാരം, ജഡത്വം, ലക്ഷ്യമില്ലായ്മ, അല്ലെ? ഇതൊക്കെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള മറ്റ് നെഗറ്റീവായ നിഷേധാത്മകമായ ശക്തികളൊക്കെ ഉപയോഗിച്ചിട്ട് ദേവലോകത്തെ ഭീഷണിപ്പെടുത്തുന്നു എന്നാണ് പൊതുവെ നമ്മൾ പുരാണത്തിൽ കാണാറുള്ളത്. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ അസുരന്മാർക്ക് ഈ ശക്തി വർദ്ധിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ഒരു തരം അന്ധകാരം നമ്മുടെ ഉള്ളിൽ നിറയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൽ ജഡത്വം ഉണ്ടാവും, ലക്ഷ്യബോധം ഉണ്ടാവില്ല. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നെഗറ്റീവായ ഒരു ആളായിട്ട്, വീക്ഷണമുള്ള ഒരു മനസ്സായിട്ട് എൻ്റെ മനസ്സ് മാറും. ഇപ്പൊ ദേവലോകത്തെ എന്നിട്ട് ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വെളിച്ചം, അല്ലെ? ദേവലോകം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ദേവലോകം പ്രതീകവൽക്കരിക്കുന്നത് വെളിച്ചം,
അറിവ്, തിളക്കം, അല്ലെങ്കിൽ സകാരാത്മകമായ ചൈതന്യങ്ങൾ, നന്മയാൽ സമ്പുഷ്ടമായ ഒരു ഉദ്ദേശം ഒക്കെ ഉള്ള, അല്ലെങ്കിൽ ഉന്മേഷം തുടങ്ങിയവയാണ്. അപ്പം നമ്മുടെ ഉള്ളിലുള്ള തെളിച്ചം, നമ്മുടെ മനസ്സിനുള്ള തെളിച്ചം, അതുപോലെ തന്നെ നമ്മുടെ അന്തരംഗത്തിനുള്ള ഒരു പ്രഭ, വെളിച്ചം, അതുപോലെ നമ്മൾക്കുള്ള സകാരാത്മകമായ ചൈതന്യങ്ങൾ, അതുപോലെ നന്മയിൽ അധിഷ്ഠിതമായ നല്ല ഉദ്ദേശങ്ങൾ, ഉന്മേഷം, ഇവയൊക്കെയാണ് ശരിക്കും ദേവലോകം അല്ലെങ്കിൽ ദേവന്മാരെന്ന് നമ്മൾ വിളിക്കുന്നത്. അസുരന്മാർ നേരെ തിരിച്ചിട്ടാണ്. അപ്പം ആസുരികതയിൽ നമ്മൾക്ക് എന്തുണ്ടാവും? ശക്തി വർദ്ധിക്കും. ശക്തി വർദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ അഹങ്കാരം നമ്മളെ പിടികൂടും. അത് നമ്മളെ അന്ധകാരത്തിലേക്കും ജഡത്വത്തിലും ലക്ഷ്യബോധമില്ലായ്മയിലേക്കും നയിക്കും. അതുവഴി അങ്ങനെ ഒരു ജീവിതം നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള നന്മയുടെ ഭാഗം നമ്മൾ സദാ ആക്രമിച്ച് കീഴ്പ്പെടുത്തും. അതാണ് ഈ ദേവന്മാരെ സദാ ഈ അസുരന്മാര് ആക്രമിക്കുന്നു, ദേവലോകം ആക്രമിക്കപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് അല്ലേ. നമ്മളൊക്കെ കുഞ്ഞുനാളിൽ എനിക്കടക്കം മനസ്സിൽ സംശയം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. കാരണം ദേവന്മാര് ഇത്രയും വലിയ ആൾക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെപ്പം നോക്കിയാലും തോൽക്കലാണല്ലോ യുദ്ധത്തിൽ. എന്താണ് അപ്പൊ അസുരന്മാര് അത്രയും ശക്തി ഇവർക്കില്ലേന്നൊക്കെ സാമാന്യം നമ്മൾ ആ പ്രായത്തിൽ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ചോദ്യം ഉണ്ടാവും. പക്ഷെ ആ ചോദ്യത്തിന്റെ ഉത്തരം കൃത്യമായി അന്ന് അല്ലെങ്കിൽ ആ ചോദ്യം ഉയരുന്ന സമയം തന്നെ നമ്മൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റിയാൽ നമ്മൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ യഥാർത്ഥ ദിശയിലേക്ക്, എന്താണോ ഈ പുരാണങ്ങൾ ഉദ്ദേശിക്കുന്നത്, ആ ഭാഗത്തേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റും. ഇനിയിപ്പോ നമ്മൾ മഹിഷാസുരന്റെ വധം നോക്കാം. മഹിഷാസുരന്റെ വധത്തെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെയും മനസ്സിലാക്കേണ്ട എന്താണ്? മഹിഷാസുരൻ നിഗ്രഹം സൂചിപ്പിക്കുന്നത് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ ജഡത്വത്തിൻ്റെയും മന്ദതയെയും നിഗ്രഹിക്കാനും എല്ലാത്തിനെയും അത് എങ്ങനെയാണോ വർത്തിക്കേണ്ടത് ആ രീതിയിൽ നിലനിർത്തുന്ന ശക്തികളുടെ മണ്ഡലത്തിൽ ഒരു ക്രമവും ഒരു സന്തുലിതാവസ്ഥയും പുനഃസ്ഥാപിക്കുന്നതിനും അല്ലേ നമ്മൾക്ക് എന്താവശ്യമാണ്? ദുർഗ എന്ന ചൈതന്യം നമ്മൾക്ക് ആവശ്യമാണ്. ദുർഗയുടെ രൂപത്തിൽ നമ്മുടെ ഉള്ളിൽ ഒരു ഊർജം നമുക്ക് ആവശ്യമാണ്. ഇതാണ് ശരിക്കും മഹിഷാസുര വധം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ദുർഗയുടെ അവതാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സദാ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഈ ജഡത്വവും മന്ദതയും ഒക്കെ നിഗ്രഹിക്കാൻ, ഇല്ലാതാക്കാൻ, എന്നിട്ട് എന്താണോ നമ്മുടെ ഉള്ളിൽ, ഏതൊക്കെ കാര്യമാണ് നമ്മുടെ ഉള്ളിൽ കൃത്യമായി വർത്തിക്കേണ്ടത് ഒരു രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളത്തെ നിലനിർത്തേണ്ടത് ആ ശക്തികളുടെ മണ്ഡലത്തിൽ, ആ ശക്തി എന്ന് പറഞ്ഞാൽ ഈ നന്മയുള്ള ശക്തി, ആ ശക്തിയുടെ മണ്ഡലത്തിൽ ഒരു ക്രമം, ഒരു ഓർഡറും ഒരു ഇക്വിലിബ്രിയം, സന്തുലിതാവസ്ഥയും പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും വേണ്ട, അതായത് നമ്മൾ സദാ നെഗറ്റീവ് സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊന്ന് തിരിച്ചു പിടിക്കാൻ, എല്ലാ സിസ്റ്റം ഒന്ന് റെഡി ആക്കണമെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം? ദുർഗയുടെ രൂപത്തിലുള്ള ഒരു ചൈതന്യം നമ്മുടെ ഉള്ളിൽ ആവശ്യമാണ്. അതിനെയാണ് നമ്മൾ ദുർഗ എന്ന് പേര് വിളിക്കുന്നത്. ദുർഗാദേവി എന്ന് നമ്മൾ ചിത്രീകരിക്കുന്നത്, അല്ലെങ്കിൽ ദുർഗ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രൂപത്തിലുള്ള ദുർഗ അല്ലെ. അതുകൊണ്ട് തന്നെയാണ് അവളെ മഹിഷാസുരമർദിനി എന്ന് വിളിക്കുന്നത്. അതായത് മഹിഷാസുരനെ വധിച്ചവളാണ് ദുർഗാദേവി. അപ്പൊ ഏതാണ് മഹിഷാസുരൻ? നമ്മൾ പറഞ്ഞു അല്ലേ, എന്തൊക്കെയാണ് മഹിഷൻ എൻ്റെ ഉള്ളിലുള്ള, അങ്ങനെയുള്ള ആ ഒരു ആസുരികതയെ നശിപ്പിക്കാൻ വേണ്ടി എൻ്റെ ഉള്ളിൽ ഭയമില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാവണം. ദുർഗ എന്ന് പറഞ്ഞാൽ ശരിക്കും ഭയം അകറ്റുന്നവളാണ്. അപ്പോൾ സംരക്ഷിതമായ സ്ഥലം അല്ലെങ്കിൽ കോട്ട എന്നർത്ഥമുള്ള ദുർഗ് എന്ന വാക്കിൽ നിന്നാണ് ശരിക്കും ദുർഗ എന്ന നാമം ഉടലെടുക്കുന്നത്. അതിനാൽ തന്നെ ദുർഗ ചൈതന്യം എല്ലാ കാര്യങ്ങളും ചെയ്ത് സംരക്ഷിക്കുകയും മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്നവളാണ്. മഹിഷാസുരനെ ഉന്മൂലനം ചെയ്തവൾ അല്ലെ എന്ന നിലയിൽ ദുർഗാദേവിയെ സൂചിപ്പിക്കുന്ന എന്താണ്? ഈ മായാലോകത്ത് നിഷ്ക്രിയത്വം അല്ലെ, അതുപോലെ തന്നെ മന്ദബുദ്ധിയും, അതുപോലെ തന്നെ ഭയവും പ്രചോദനമില്ലായ്മയും കൊണ്ട് നെയ്തെടുത്ത ഒരു സുരക്ഷിതമായ ഒരു കോശാണ്ഡ കവചത്തിൽ വസിക്കുന്ന ഒരു ജീവാത്മാവിനെയാണ് ശരിക്കും നമ്മൾ ദുർഗയുടെ ആവശ്യമുള്ളതായി ചിത്രീകരിക്കുന്നത്. ഒന്നുകൂടെ പറയാം, എങ്ങനെയാണ് മഹിഷാസുരനെ ഉന്മൂലനം ചെയ്യുന്നത് അല്ലെ? ദുർഗ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ആ മഹിഷത്വ ഉന്മൂലനം ചെയ്യുന്ന ഒരു ശക്തിയാണ്. ഈ മായാലോകത്ത്, ഈ പ്രപഞ്ചത്തിൽ നിഷ്ക്രിയത്വവും മന്ദബുദ്ധിത്വം, അതായത് ബുദ്ധി ശരിക്കും പ്രയോഗിക്കുന്നില്ല, സദാ ഒരു ജഡത്വം, അതുപോലെ തന്നെ ഭയം,
അതുപോലെ തന്നെ ഒരു ഇൻസ്പിറേഷൻ ഇല്ലായ്മ, പ്രചോദനമില്ലായ്മയും കൊണ്ട് നമ്മൾ സദാ നമ്മുടെ എല്ലാവരും ഒരു അവസ്ഥ ഇങ്ങനെയാണ്. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ഇന്ററാക്ട് ചെയ്യുന്നത് വഴി, ഈ മായാലോകത്തിൽ ഇന്ററാക്ട് ചെയ്യുന്നത് വഴി നമുക്ക് സദാ ഒരു നിഷ്ക്രിയ ഭാവം ഉണ്ടാവും. ഷാർപ്പായ ഇന്റലക്ട് നമ്മൾ പൊതുവെ ഉപയോഗിക്കാറില്ല എല്ലാ കാര്യത്തിലും. ഒരു ഭയം ഉണ്ടാവും, നാളെ എന്താവും എന്നുള്ളൊരു ഭയം. അതുപോലെ പ്രചോദനം ഉണ്ടാവില്ല, എപ്പോഴും നമ്മൾ ഒരാൾ തള്ളേണ്ടി വരും പല കാര്യത്തിലും. ഇതാണ് പൊതുവേ ഒരു മനുഷ്യനിൽ ഇന്നത്തെ സമൂഹം, ഈ മായാലോകമായിട്ട് നമ്മൾ ഇടപെടുമ്പോൾ നമുക്ക് വന്നു ചേരുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു ജീവാത്മാവ് എന്ത് ചെയ്യുന്നറിയോ? ഇത്രയും പറഞ്ഞ ഈ നെഗറ്റീവായ ഇമോഷൻസ് കൊണ്ട് ഒരു കൂട് നെയ്യും, അല്ലേ? ഒരു കൊക്കൂണ് നെയ്തെടുത്തിട്ട് ആ കൊക്കൂണിൽ അങ്ങ് സുഖമായിട്ട് ഇരിക്കും ഈ ജീവാത്മാവ്. അതായത് സദാ ഈ പറയുന്ന പോലെ ഒരു നിഷ്ക്രിയത്താണ്, എല്ലാത്തിലും ഒരു ഡൈനാമിക് ആയിരിക്കില്ല ആള്. അതുപോലെ പൊതുവേ കാണുന്നത്, ജനറലൈസ് ചെയ്ത് പറയാണ്. കാരണം ഇന്നത്തെ സമൂഹം നമുക്ക് അങ്ങനെയാണല്ലേ. നമ്മളിപ്പോൾ രാവിലെ TV നോക്കിയാലോ പത്രം വായിച്ചാലോ നമുക്ക് കിട്ടുന്ന എന്താണ്? ഡൈനാമിക്സ് ആണോ കിട്ടുക? ശരിക്കും നമ്മൾ ആ സമയം നമ്മളെ ബ്രെയിനിലേക്ക് ഫീഡ് ചെയ്യുന്നത് ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ആണ്. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഒരു കൊക്കൂണിൽ അങ്ങ് ഇരിക്കും. നമ്മുടെ യഥാർത്ഥ കഴിവൊന്നും പുറത്തെടുക്കാതെ, ഇതൊന്നും തിരിച്ചറിയാതെ ഒരു കൊക്കൂണിന്റെ ഉള്ളിൽ, അല്ലെ, ഒരു കൂടിനുള്ളിൽ, ഒരു ഗർഭപാത്രത്തിനുള്ളിൽ അങ്ങ് ചുരുങ്ങിയിരിക്കും. ഇങ്ങനെ ഇരിക്കുന്ന ജീവാത്മാവിനെ അയാളുടെ യഥാർത്ഥ ജീവിത ലക്ഷ്യം മറന്നു. ആ യഥാർത്ഥ ഉന്നതിയുടെ ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ ഈ തടസ്സങ്ങളുണ്ടല്ലോ, തടസ്സങ്ങളായ ഞാൻ ഈ പറഞ്ഞ നിഷ്ക്രിയത, ജഡത്വം, അന്ധത, ഈ ആസുരീകതയെ മറികടക്കാൻ വേണ്ടി ആവശ്യമായ ഊർജമാണ് ആര്? ദുർഗ. അപ്പോൾ ഒരു ദുർഗ ആകുന്ന കോട്ടയുടെ വേലിക്കെട്ടുകൾക്ക് അകത്ത് നിന്നും പുറത്ത് നിന്നും അതിനെ തകർക്കണം. അതാണ് ദുർഗാ ചൈതന്യം. നമ്മളിപ്പോൾ ഒരു വേലിക്കെട്ടിന്റെ അകത്ത് ഒതുങ്ങി ജീവിക്കുന്നുണ്ടെങ്കിൽ ആ വേലിക്കെട്ടിനെ അകത്ത് നിന്നും തകർക്കാൻ പറ്റണം, പുറമേ നിന്നും തകർക്കാൻ പറ്റണം നമുക്ക്. അങ്ങനെ ഒരാളെ അവൾ ഊർജ്ജസ്വലനാക്കും. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഈ ഭയത്തെ അകറ്റി, നിഷ്ക്രിയത്വത്തെ അകറ്റി, പ്രചോദനമില്ലായ്മയെ അകറ്റി, നമ്മൾ എന്ന ജീവാത്മാവിന്റെ യഥാർത്ഥ സ്വഭാവം, യഥാർത്ഥ പ്രകൃതം നമ്മൾക്ക് കാണിച്ചെന്ന് ജീവിതത്തിന്റെ ഉന്നതിയിലേക്ക്, ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് നമ്മളെ കൈപിടിച്ചു കൊണ്ടുവന്ന ചൈതന്യമാണ് ശരിക്കും ദുർഗ. അങ്ങനെ കൈപിടിക്കുന്നത് വഴിയാണ് നമ്മൾ ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട തത്വമാണ് മഹിഷാസുര വധത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അയ്യപ്പന്റെ കാര്യം നമുക്ക് സംസാരിക്കുമ്പോൾ, നമ്മളിപ്പോൾ പുരാണം മുതൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ചരിത്രത്തിലേക്ക് തന്നെ വരും. സമകാലീനമായ കാലങ്ങളിൽ അയ്യപ്പൻ എന്ന ആ അവതാരം, നമ്മൾ പറഞ്ഞില്ലേ, വെറും ഈ ധർമ്മശാസ്താവ് എന്ന് പറഞ്ഞാൽ വെറുതെ പുരാണത്തിൽ എഴുതിയ ഒരു സാങ്കല്പിക കഥാപാത്രമല്ല. ചരിത്രപരമായി നോക്കിയാൽ തന്നെ നമ്മൾക്ക് അതിൻ്റെ ശാസ്ത്രീയത, അല്ലെങ്കിൽ അതിൻ്റെ കണക്ടിവിറ്റി, അതിൻ്റെ ബന്ധം നമ്മൾക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. വളരെ രസകരമായ ഒരു രീതിയിൽ നമുക്കിതിനെ ഒന്ന് നോക്കിക്കാണാം. അതെന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മുടെ കേരളത്തോട് ചേർന്നിരിക്കുന്ന ഒരു പട്ടണമുണ്ട്, അല്ലേ? മൈസൂർ, അല്ലേ? മൈസൂരിനെ ശരിക്കും വിളിക്കുക എന്താണെന്നറിയോ? അയ്യപ്പൻ്റെ അല്ലെങ്കിൽ ശാസ്താവിൻ്റെ അല്ലെങ്കിൽ മണികണ്ഠൻ്റെ അടിസ്ഥാന തത്വങ്ങളുടെ ഒരു സംഗമ ഭൂമിയാണ് ശരിക്കും ഇത് മൈസൂർ. അപ്പോൾ അയ്യപ്പനും മൈസൂരും തമ്മിൽ കണക്ടിവിറ്റി നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. ബന്ധം, അത് ആ അടിസ്ഥാന തത്വങ്ങളായിട്ട് മൈസൂർ എന്ന നാടിന്, എന്ന പ്രദേശത്തിന് വലിയൊരു ബന്ധമുണ്ട് പറയാൻ. എന്താണ് മൈസൂരും അയ്യപ്പനുമായിട്ടുള്ള ബന്ധം? രസകരമായ കുറേ വസ്തുതകളുണ്ട്. നമുക്ക് അതിലൂടെ ഒന്ന് പോയി നോക്കാം, അല്ലേ? മൈസൂർ നിങ്ങൾക്കറിയാം, ചാമുണ്ടേശ്വരി ദേവിയുടെ വസതിയാണ് മൈസൂർ, അല്ലേ? ചാമുണ്ടി ഹിൽസിന് മുകളിലുള്ള മഹിഷാസുരൻ്റെ, അല്ലേ, ഭയപ്പെടുത്തുന്ന ഒരു പ്രതിമയൊക്കെ മൈസൂർ പോയ ആളുകൾ കാണുന്നുണ്ടാവും. അതൊക്കെ ഇതിനൊരു ദൃഷ്ടാന്തമാണ്. ഇന്നത്തെ കർണാടക സംസ്ഥാനത്ത്, അല്ലേ, മൈസൂർ നഗരം അസുര രാജാക്കന്മാരായ ശുംഭനും നിശുംഭന്മാരുടെ സേനാപതികളായ ചണ്ഡനെയും മുണ്ടനെയും കീഴടക്കിയ ചാമുണ്ടേശ്വരിയുടെ ക്ഷേത്രത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നതാണ് ഇന്നത്തെ മൈസൂർ പ്രദേശം. അതായത് ചണ്ഡനെയും മുണ്ടനെയും വധിച്ച ചാമുണ്ടേശ്വരിയുടെ പ്രദേശം എന്നാണ് ഇന്നത്തെ മൈസൂർ, ഇന്ന് കർണാടകയിൽ ഉള്ള മൈസൂർ കൂടുതലും അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നമുക്കൊന്ന് നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലൂടെ ഒന്ന് നമ്മൾക്ക് ബന്ധം പുലർത്തി തന്നെ ഒന്ന് പോയി നോക്കാം.
എരുമയുള്ള അല്ലെങ്കിൽ എരുമയുടെ തലയുള്ള രൂപത്തിൽ, അല്ലെങ്കിൽ എരുമന്റെ തലയുള്ള രൂപത്തിലാണ് മഹിഷാസുരനെ വധിച്ചത് അല്ലേ ദുർഗ. അപ്പൊ ഈ രൂപത്തെയാണ് അവിടെ ചാമുണ്ടേശ്വരി എന്ന ആ ക്ഷേത്രത്തിൽ ആരാധിക്കപ്പെടുന്നത്. ഇപ്പൊ പുരാതന തമിഴ് സാഹിത്യത്തിലൊക്കെ മൈസൂരിന്റെ പേര് എരുമയൂർ എന്നാണ്, അതായത് എരുമയുടെ നാട് എന്ന്. എരുമൈ എന്നാൽ മഹിഷൻ. നമുക്കറിയാം ഊര് എന്ന് പറഞ്ഞാൽ പ്രദേശമാണ്. അങ്ങനെ നോക്കിയാൽ മഹിഷന്റെ ഊര് എന്നൊക്കെ അർത്ഥം നമുക്ക് ഏതിൽ നിന്ന് കണ്ടെത്താൻ പറ്റും? ഈ ഒരു നാടിൻ്റെ പേരിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. കാരണം തന്നെ പ്രാദേശികമായ ഐതിഹ്യങ്ങളൊക്കെ അനുസരിച്ച് ഈ പ്രദേശം ഭരിച്ചത് മഹിഷാസുരനായിരുന്നു. അതിനുശേഷം ഈ പ്രദേശം മഹിഷ് ഊര് എന്ന് വിളിക്കപ്പെട്ടു. മഹിഷന്റെ ഭരണത്തിന് ശേഷം, അല്ലെങ്കിൽ മഹിഷൻ ഭരിച്ചതിന് ശേഷം ഈ നാടിൻ്റെ പേര് മഹിഷ് ഊര്. അത് നമ്മുടെ വിദേശീയർ വന്നപ്പോൾ, പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാർ വന്നതിനെ ആംഗ്ലിസൈസ്ഡ് ചെയ്തപ്പോൾ, ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ സ്ഥലനാമങ്ങളൊക്കെ അല്ലേ, ഇപ്പം കണ്ണൻ്റെ ഊര് എന്നുള്ളത് കണ്ണനൂർ എന്നായി, പിന്നീട് ഇപ്പം അത് കണ്ണൂരായി അല്ലേ, തിരുവനന്തപുരം ട്രിവാൻഡ്രമായി എന്ന് പറയുന്ന പോലെ മഹിഷ് ഊര് എന്തായി? മൈസൂരായി മാറി. അപ്പോൾ മൈസൂർ എന്ന പേരിൽ അയ്യപ്പനുമായിട്ടുള്ള അക്ഷരാർത്ഥത്തിൽ, ആ വേർഡിൻ്റെ അർത്ഥത്തിൽ തന്നെ അത് ഒരു രൂപകമാണ്. അതുപോലെ തന്നെ ചരിത്രപരവും ഭൂമിശാസ്ത്രപരവുമായിട്ടൊരു ബന്ധം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചരിത്രപരവും ഭൂമിശാസ്ത്രപരവും അല്ലെ, പേരിൻ്റെ ബന്ധമാണ് നമ്മളിപ്പോൾ നോക്കിയത്. മൈസൂർ എന്ന പേര് എങ്ങനെ വന്നു എന്നുള്ളത്. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ എന്ന് പറയുമ്പോൾ പദാനുപദമായി മഹിഷ് ഊർ നമ്മൾ പറഞ്ഞു എന്ന നിലയിൽ അല്ലേ. ഇനി പ്രകൃതിദത്തവും അക്ഷരാർത്ഥവും സ്വരസൂചകവുമായ ഒരു ബന്ധമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ മഹിഷനും മഹിഷിക്കും മൈസൂരിനും, ഇത് മൂന്നിനും, മഹിഷൻ, മഹിഷി, മൈസൂർ ഇടയിൽ ഒരു ഇരുണ്ടത് അല്ല ഒരു ഡാർക്ക് സൈഡ് ഉണ്ട്. എന്നാൽ അത് മനോഹരമായ ഒരു ഭൂമിശാസ്ത്രപരമായ ബന്ധമാണ്, ഒരു ഡാർക്കിഷ് സൈഡാണത്. എന്നാലും നമുക്കത് നോക്കാം. കൗതുകത്തോട് പറയാം, ഈ മൈസൂർ പ്രദേശം ശരിക്കും ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമാണെന്നുള്ളത് നമുക്കറിയാലോ. ഡെക്കാൻ പീഠഭൂമിയിൽ ഈ ഒരു മൈസൂർ ഉൾപ്പെടുന്ന പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ആഗ്നേയപരമായ അല്ലെങ്കിൽ വളരെ സ്ഫോടനാത്മകപരമായ അഗ്നിപർവ്വതപരമായ ബസാൾട്ട് പാറകളാൽ സമൃദ്ധമായൊരു സ്ഥലമാണ് ഈ പറയുന്ന മൈസൂർ പ്രദേശം. സാധാരണയായിട്ട് ശരിക്കും ചാരനിറം, കറുപ്പ് നിറത്തിലൊക്കെ കാണപ്പെടുന്നതാണ് ഈ ബസാൾട്ട് പാറകൾ. ഇന്നത്തെ കർണാടക സംസ്ഥാനത്തിന് ആ പേര് ലഭിച്ചത് തന്നെ ആ കർണാടക ഭാഗത്തുള്ള ആ ഭൂഗർഭ ഫലകത്തിൻ്റെ, ടെക്ടോണിക് പ്ലേറ്റ്സിൻ്റെ പേര് കാരണമാണ്. ഈ ഭൂഗർഭ ഫലകം അല്ലെങ്കിൽ ടെക്ടോണിക് പ്ലേറ്റ്സ്, അതിൻ്റെ പ്രാചീനമായ പേര് അല്ലെങ്കിൽ മുൻകാലങ്ങളിലെ പേര് കരുനാട് അല്ലെങ്കിൽ കർണാട് എന്നായിരുന്നു. കാരണം ഈ പീഠഭൂമിയുടെ പല ഭാഗങ്ങളിലുള്ള മണ്ണിൻ്റെ നിറം കറുപ്പ്, കടും തവിട്ട് നിറം, പിന്നെ ചിലത് ചുവപ്പും, ഇങ്ങനെയാണ്. കരു അല്ലെങ്കിൽ കാല എന്ന വാക്കിന് നമുക്കറിയാലോ എന്താ, ഇന്ത്യൻ ഭാഷകളിൽ കറുപ്പ് എന്നാണ് അർത്ഥം. അങ്ങനെ ഈ പ്രദേശത്തെ ആളുകളെ കരുനാടകൻ, അത് ലോപിച്ചാൽ കർണാടകൻ എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നത്തെ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക സംസ്ഥാനങ്ങളിൽ വരുന്ന ഈ പ്രദേശത്തെ പൗരാണികമായിട്ട് ഈ മൈസൂർ എന്നുള്ളത് വലിയൊരു പ്രദേശത്തെയാണ് സൂചിപ്പിച്ചിരുന്നത്. പിന്നീട് ഈ പറയുന്ന പോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് സ്റ്റേറ്റ്സ് ഒക്കെ ആയി ലിംഗ്വിസ്റ്റിക് മോഡലിൽ അതിനെ വിഭജിച്ചപ്പോൾ കർണാടക, തമിഴ്നാട്, ആന്ധ്ര അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഈ പ്രദേശങ്ങൾ പോയി. എന്നാലും ഒരു കേന്ദ്രം മൈസൂർ എന്നറിയപ്പെട്ടു. ഇന്ത്യയിൽ തന്നെ വിവിധ പീഠഭൂമികൾ ഇതുപോലെയുണ്ട്. നിങ്ങൾക്കറിയാലോ, ബുന്ദേൽഖണ്ഡ് പീഠഭൂമിയുണ്ട്, മാൾവ പീഠഭൂമിയുണ്ട്, ഡെക്കാൻ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, ബഗേൽഖണ്ഡ് പീഠഭൂമി, അങ്ങനെ അനവധി, ഷില്ലോങ്, ദണ്ഡകാരണ്യം, അതുപോലെ തെലങ്കാന പീഠം, ഇതൊക്കെ ഇന്ത്യയിൽ നമുക്കറിയാലോ. ഒരുപാട് ഭൂമിശാസ്ത്രപരമായിട്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കിയ കാര്യമാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ
ഞാൻ ഈ പറഞ്ഞ പോലെ അപ്പം കർണാടകം, കരുനാട്, കറുപ്പ് അല്ലെ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. കളറ് അല്ലെ, അതുപോലെ തന്നെ മഹിഷൻ, എരുമ, മഹിഷ് ഊര്, ഇതൊക്കെ ഇത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്, ബ്രഹ്മാണ്ഡ പുരാണത്തിൽ മഹിഷാസുരൻ എന്ന് പറയുമ്പോൾ നമ്മളത് കഥ എന്ന് പറഞ്ഞിട്ട് എഴുതി തള്ളിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞു വരുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും ചരിത്രത്തിലും സ്ഥലനാമങ്ങളിൽ പോലും അയ്യപ്പൻ്റെ ചരിതം നമുക്ക് ക്ലിയർ ആയിട്ട് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് വളരെ അതിശയകരമായ ഒരു കാര്യമാണ്. നമ്മൾ ഇതുവരെ ശ്രദ്ധിക്കാത്തതോ അല്ലെങ്കിൽ ഇതുവരെ നമ്മൾക്ക് ആരും പറഞ്ഞു തരാത്തതോ ആയ ഒരു കാര്യമാണ്. അപ്പം മഹിഷൻ എന്ന അർത്ഥം വരുന്ന എരുമൈ എന്ന പദം അല്ലെ, പ്രാചീനമായ മൈസൂരിനെ എരുമയൂർ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പം മൈസൂർ പ്രദേശം ഭരിച്ചിരുന്നത് മഹിഷനായതുകൊണ്ട് ആണ് എന്ത് എരുമയൂർ എന്ന് വിളിച്ചത്. കാരണം മഹിഷന്റെ പ്രകൃതം എന്താണ്, എരുമയുടെ രൂപമായിരുന്നു അവസാനം. അപ്പോൾ അതുകൊണ്ടാണ് ആ ഊരിന് എന്ത് പേര് വന്നത്, മൈസൂർ, മഹിഷ് ഊർ. അപ്പം മഹിഷൻ എന്ന പേരിന് സംസ്കൃതത്തിൽ എരുമ എന്നുള്ള അർത്ഥവും കൂടിയിട്ട്. ഇപ്പം എരുമയൂർ അല്ലെങ്കിൽ എരുമൈ നാട് എന്നത് ഈ എരുമകളുടെ രാജാവായ മഹിഷന്റെ നാടാണെന്ന സങ്കല്പത്തിൽ അങ്ങനെയും പേര് വരാൻ സാധ്യതയുണ്ട്. കാരണം ഒരു പ്രദേശം ഭരിച്ചത് എരുമകളുടെ രാജാവായത് കൊണ്ട് തന്നെ ആ നാടിന് എന്ത് പേര് വരാൻ സാധ്യതയുണ്ട്, എരുമൈ നാട് എന്ന് പേര് വരാൻ സാധ്യതയുണ്ട്. മറ്റൊരു കാരണം പറയുന്നത് മൈസൂർ പ്രദേശം നീലഗിരി അല്ലെ മലനിരകളുടെ അതിർത്തിയാണെന്ന് നമുക്കറിയാം. ഇവിടെ ധാരാളമായിട്ട് കാണപ്പെടുന്ന ഒരു എരുമക്കൂട്ടങ്ങളുണ്ട്. അതിന് ശരിക്കും പേര് ടോഡ ബഫലോസ് എന്നാണ് വിളിക്കുക. ടോഡ ഒരു തദ്ദേശീയമായ ഒരു ഇനം എരുമകളുടെ ആവാസ കേന്ദ്രം കൂടെയാണ് ഏത്, ഈ മൈസൂർ പ്രദേശം, നീലഗിരി കുന്നുകളുടെ ആ പ്രദേശം. അപ്പം പറഞ്ഞു വരുന്നത് പ്രകൃതിയാൽ പോലും വെറുതെ പുരാണങ്ങളിൽ ഋഷിമാരെ എഴുതി അവർക്ക് തോന്നിയ പോലെ ഒരു കഥ എഴുതിയതല്ല. ഇങ്ങ് താഴെ ഭൂമിയിൽ നോക്കിയാൽ പോലും നമ്മൾക്ക് ഇതുമായിട്ട് പ്രകൃതിയെ വളരെയേറെ റിലേറ്റ് ചെയ്തിട്ട് കാണാൻ വേണ്ടി സാധിക്കും അല്ലേ, അവിടുത്തെ ജീവജാലങ്ങൾ പോലും കൃത്യമായിട്ട്. അപ്പോൾ ഈ പോത്തുകൾക്ക് കാരണം, ഈ തദ്ദേശീയമായ പോത്തുകൾക്ക് കാരണം എരുമയൂർ എന്ന പേര് കിട്ടിക്കാണുമെന്ന് വേറൊരു വാദവും കൂടിയുണ്ട്. അപ്പോൾ അതിനാൽ ആ നാട്ടിൽ ഭരണം നടത്തിയ രാജാവിന് അപരനാമമായിട്ട് എന്ത് പേര് വന്നിട്ടുണ്ടാവും, മഹിഷാസുരൻ എന്ന പേര് ലഭിച്ചിരിക്കുവാനും സാധ്യതയുണ്ട്. അപ്പം നമ്മളിപ്പോൾ സംസാരിച്ച് പോകുന്നത് മൈസൂർ, മഹിഷാസുരൻ, ബ്രഹ്മാണ്ഡ പുരാണത്തിൽ അല്ലേ, മഹിഷാസുരന്റെ പെങ്ങളാണ് മഹിഷി. ഈ മഹിഷിയെ വധിക്കാനാണ് അയ്യപ്പൻ അവതാരം എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ കണക്ട് ചെയ്ത് വരുന്നത് നമ്മൾ പരിശോധിക്കുകയാണ് ചെയ്യുന്നത് ചരിത്രത്തിന്റെ വെളിച്ചത്തിൽ. അപ്പോൾ എരുമയൂർ അല്ലെങ്കിൽ എരുമയൂർ എന്നത് ഇരുട്ടിന്റെ അല്ലെങ്കിൽ കറുപ്പുമായി ബന്ധിപ്പിക്കുന്ന അർത്ഥതലമുണ്ടെന്നുള്ളത് വേറൊരു രസകരമായ കാര്യമാണ്. എരുമൈ എന്നാൽ നമുക്കറിയാലോ ദക്ഷിണേന്ത്യയിലെ ആ ഒരു ജീവി വർഗത്തെ എരുമ അല്ലെ, കറുത്ത് അല്ലെ, എരുമയുടെ കളർ നമുക്ക് മിക്കവാറും അറിയാവുന്നതിൽ. പിന്നെ അതുപോലെ തന്നെ എരുമൈ, മൈ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെയും നമുക്ക് കറുപ്പിനെ റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. മൈ എന്ന് പറഞ്ഞാൽ ശരിക്കും കൺമഷി, കാജൽ എന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. നമുക്കറിയുന്നില്ല, ഐലൈനറൊക്കെ ആക്കി ഉപയോഗിക്കുന്ന മഷി എന്നുള്ളതിന് മൈ, കൺമഷി. അപ്പോൾ അവിടെയും നമുക്ക് കറുപ്പിനെ കാണാം. പേര് മാത്രം എടുത്തു വെച്ച് നമ്മൾ വിശകലനം ചെയ്താൽ ഈ പറയുന്ന കാളകൾ, എരുമയുടെ മെറ്റഫോർസ് ആയ അല്ലെങ്കിൽ അവരുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കളറ്, അതിൻ്റെ സവിശേഷതകൾ നമുക്ക് കാണാം. അപ്പോൾ കറുപ്പ് പൊതുവേ ഭാരതത്തിൽ മനോഹരമായിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിൽ കറുപ്പ് എന്നുള്ളത് വിലക്കപ്പെട്ടതോ അല്ലെങ്കിൽ വിലാപത്തിൻ്റെയോ അല്ലെങ്കിൽ സങ്കടത്തിൻ്റെയോ ഒന്നും കളറായിട്ട് കണക്കാക്കുന്നില്ല ശരിക്കും. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെ. ഇന്ത്യയിൽ കറുപ്പ് അങ്ങനെ ദുഃഖത്തിൻ്റെതല്ല ശരിക്കും. വാസ്തവത്തിൽ ഇന്ത്യയിൽ കറുപ്പ് സുന്ദരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് ഞാൻ വെറുതെ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നതല്ല ശരിക്കും. കാരണം ഇന്ത്യൻ്റെ ചരിത്രത്തിൽ എടുത്തു നോക്കിയാൽ അല്ലെങ്കിൽ ഭാരതീയ പൈതൃകമൊക്കെ എടുത്തു നോക്കിയാൽ അതിൽ ഏറ്റവും ആകർഷകവും അല്ലെങ്കിൽ ഏറ്റവും ആകർഷണീയമായ വ്യക്തിത്വങ്ങളും അതുപോലെ തന്നെ ഇപ്പം ദേവതാ ശ്രേണിയിൽ നമ്മൾ എടുത്തു നോക്കിയാൽ ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, ദ്രൗപദി, വ്യാസൻ, അതുപോലെ തന്നെ ആ ഒരു വിശ്വദേവതാ ഗണങ്ങൾ ഒക്കെ എടുത്താൽ, ഇനി വിഷ്ണു, ശിവൻ തുടങ്ങിയ ഈശ്വര സങ്കല്പങ്ങൾ പോലും ഇരുണ്ട നിറത്തിലാണ് വർണ്ണിച്ചിട്ടുള്ളത് ഇല്ലേ. കൃഷ്ണനെ നമ്മൾ മേഘശ്യാമൻ എന്ന് കൂടെ വിളിക്കാറുണ്ട്. അതായത് ഇരുണ്ട മഴമേഘങ്ങൾ എന്ന അർത്ഥത്തിൽ അല്ലേ. ശരിക്കും നമ്മൾ സൗന്ദര്യ സങ്കല്പത്തിൽ നിരവധി ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ മേഘ, ശ്യാമ, കൃഷ്ണൻ എന്നൊക്കെ നമ്മൾ വിളിക്കാറില്ലേ, വിളിക്കപ്പെടുന്നുണ്ട്, പേരിടുന്നില്ലേ, ഇടുന്നുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ
കറുപ്പ് ഒരിക്കലും ഒരു ദുഃഖത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു വ്യാകുലതയുടെയോ ഒന്നും നിറമല്ല. വളരെ മനോഹരമായ ഒരു സവിശേഷ നിറമായിട്ട് തന്നെയാണ് നമ്മൾ ഇതിനെ കണ്ടിട്ടുള്ളത്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു കർണാടകം എന്നുള്ളത് കരുനാട് അല്ലേ. അപ്പം നേരിട്ടുള്ള ആ ഒരു പേര്, ഒരു ഭൗതികമായ ഈ പ്രദേശത്തിൻ്റെ പേര് മാത്രമല്ലാതെ കർണാടകം എന്ന പേര് കറുപ്പ് എന്നതിൻ്റെ ഒരു രൂപവും കൂടിയാണ്, അല്ലെങ്കിൽ കറുപ്പ് എന്നുള്ളതും കൂടി ആ പേരിൽ വർണ്ണിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കരു അല്ലേ, കാല എന്നൊക്കെ പറഞ്ഞാൽ കറുപ്പ് എന്ന അർത്ഥം ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പം ഇതാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാനുള്ളത്. അയ്യപ്പൻ, മഹിഷാസുരൻ, ബ്രഹ്മാണ്ഡ പുരാണം, പാലാഴി മദനം, ഇതൊക്കെ ആയി നോക്കുമ്പോൾ നമ്മുടെ അടുത്ത് ഈ പറയുന്ന ശബരിമല വസിക്കുന്ന ആ ഒരു മേഖലയിൽ, ആ ഒരു കാനന മേഖലയ്ക്ക് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ആയിട്ട് പരിസരത്ത് ഇങ്ങനെ മഹിഷന്റെ ഊര് എന്ന് വിളിക്കുന്ന മൈസൂർ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാൽ അത് വെറുതെ ഒരു ആകസ്മികമായ ആരെങ്കിലും ഒരു രാജാവ് ഇട്ട പേരാണോ എന്നാണ് നമ്മൾ പരിശോധിച്ചത്. അപ്പം നമുക്ക് മനസ്സിലായി അല്ല. കാരണം അതിന് ഭൗമശാസ്ത്ര ഫലകങ്ങൾ, ടെക്ടോണിക് പ്ലേറ്റ്സിൻ്റെ നാമങ്ങളിൽ നിന്നാണ് കരുനാടകം. കരു എന്ന് പറഞ്ഞാൽ കറുപ്പ്, ഈ പറയുന്ന പോലെ മനുഷ്യൻ്റെ നിറം കറുപ്പാണെന്ന് പറയുന്നുണ്ട് എരുമയുടെ. അപ്പം ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ, അതുപോലെ നീലഗിരി മലനിരകളിൽ അവിടെ പ്രത്യേക തരം ഈ മഹിഷന്മാർ ഉണ്ട്, ടോഡ ബഫലോസ്. അപ്പം ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ ഒരു കഥയ്ക്ക് ശക്തമായ ഒരു തെളിവ് നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അല്ലേ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്രപരമായ ബന്ധങ്ങളും കൂടെ നമുക്കൊന്ന് നോക്കാം. തമിഴ് സാഹിത്യത്തിൽ തന്നെ കളപ്പിരർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു വിഭാഗം ആൾക്കാർ ഈ പ്രദേശത്ത് തിങ്ങി പാർക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട് തമിഴ് സാഹിത്യത്തിൽ, അതായത് കളപ്പിരർ. അപ്പോൾ തമിഴിൽ കലപ്പൈ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? കലപ്പ വലിക്കുന്നവർ. കലപ്പ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ ഉഴാനെടുക്കുന്ന കൃഷിക്ക്. അപ്പോൾ അത് വലിക്കുന്നവരെയാണ് ഈ കലപ്പിരർ എന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവർ കർഷകരും അധ്വാനിക്കുന്നവരുമായ ഒരു ജനവിഭാഗം, കലപ്പിരർ. ചരിത്രത്തിൻ്റെ ആധുനികമായ ഇൻ്റർപ്രിട്ടേഷൻസിൽ ഈ കലപ്പിരർ എന്ന പേര് ശരിക്കും കളഭ്രന്മാർ എന്നാണ്. അതായത് കളപ്പിരർ എന്നുള്ളത് ലോപിച്ച് കളഭ്രന്മാർ എന്നാണ് ആധുനിക ചരിത്രത്തിൽ ഇവരെ കുറിച്ചിട്ട് പറയാനുള്ളത്. വളരെ രസകരമായ കാര്യം ഇനിയാണ് വരാനുള്ളത്. എന്താണെന്ന് നോക്കിയാൽ, പുരാതന ചോള, പാണ്ഡ്യ, ചേര രാജവംശങ്ങളുടെ പിൻഗാമികളായിരുന്നു ഇവർ. നമ്മൾക്കറിയാം പന്തളം രാജവംശം അല്ലേ, അയ്യപ്പൻ്റെ പന്തളം രാജവംശം വരുന്നത് അവിടെ ഈ പറയുന്ന ചോള, പാണ്ഡ്യ, ചേര അല്ലേ, അവിടെയുള്ള യുദ്ധങ്ങളുടെ ഫലമായി പലായനം ചെയ്തതാണ് എന്ന് നമ്മൾ ചരിത്രത്തിൽ വായിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കലപ്പിരർ എന്ന് പറയുന്ന ആൾക്കാർ ക്രിസ്തു വർഷം 3-ാം നൂറ്റാണ്ടും 6-ാം നൂറ്റാണ്ടിനും ഇടയിൽ ദക്ഷിണേന്ത്യയിലെ തമിഴ് പ്രദേശത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഭരിച്ചിരുന്ന ഒരു രാജവംശമായിരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ നമ്മൾ അയ്യപ്പൻ്റെ ഒരു ചരിത്രം ഇങ്ങനെ ഒരു ഹെറാർക്കി പോലെ പരിശോധിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. 10-ാം നൂറ്റാണ്ട് 11-ാം നൂറ്റാണ്ട് മുതലാണ് മണികണ്ഠൻ്റെ ജനനം നമ്മൾ കാണുന്നുണ്ടെങ്കിലും നീണ്ട ഒരു വർഷത്തെക്കുറിച്ച് ഒരു ഗ്യാപ്പ് നമ്മൾക്ക് ഫില്ല് ചെയ്യാൻ ഉണ്ടായിരുന്നു. അതാണ് വളരെ കൃത്യമായിട്ട് നമുക്ക് ഏകദേശം ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. കാരണം 3-ാം നൂറ്റാണ്ടിനും 6-ാം നൂറ്റാണ്ടിനും, കാരണം നമുക്ക് തന്നെ അറിയാം അയ്യപ്പൻ എന്ന് പറയുന്ന ഈ ഒരു, അല്ലെങ്കിൽ മണികണ്ഠൻ എന്ന ഈ ഒരു സങ്കല്പം ആദിശങ്കരൻ്റെ കൃതികളിൽ എവിടെയും കണ്ടിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ആദിശങ്കരൻ ജീവിച്ച കാലഘട്ടത്തിൽ നിന്ന് 1-ാം നൂറ്റാണ്ടിലൊക്കെ ഈ ഒരു സങ്കല്പം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു ജനനം നടന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ആ ഒരു വീക്ഷണകോണിൽ വേണമെങ്കിൽ നമ്മൾക്ക് സമർത്ഥിക്കാം അല്ലേ. കാരണം ഒരുവിധം എല്ലാ സങ്കല്പങ്ങളെക്കുറിച്ചും ആദിശങ്കരൻ കൃതികൾ രചിച്ചിട്ടുണ്ട്. എന്നാൽ അയ്യപ്പനെ കുറിച്ചിട്ടുള്ള കൃതികൾ ആദിശങ്കരൻ്റേതായിട്ട് കാണുവാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ മൈസൂർ എന്നതിനും മഹിഷൻ എന്താണെന്നും അതുപോലെ തന്നെ ഈ പറയുന്ന അയ്യപ്പനും അല്ലെങ്കിൽ മണികണ്ഠ സ്വാമിയും മഹിഷൻ, മഹിഷി, ബ്രഹ്മാണ്ഡ പുരാണം, മൈസൂർ എന്ന സ്ഥലം,
ഇവയൊക്കെ ആയിട്ടുള്ള ബന്ധം എന്താണ് എന്നാണ് നമ്മൾ പരിശോധിച്ചത്. കാരണം നമ്മൾ വെറും ഭാരതീയ ഈശ്വര സങ്കല്പങ്ങളുടെ അല്ലെങ്കിൽ ദേവതാ സങ്കല്പങ്ങൾക്ക് എപ്പോഴും ഉള്ള ഒരു ആക്ഷേപമാണ് ഇതൊക്കെ ചുമ്മാ കെട്ട് കഥകളാണ് എന്ന് പറഞ്ഞങ്ങ് തള്ളിക്കളയും. പക്ഷേ അയ്യപ്പൻ്റെ ചരിത്രത്തെ നമ്മൾ വസ്തുനിഷ്ഠമായി പഠിച്ചാൽ നമ്മൾക്ക് വളരെ കൃത്യമായിട്ട് കാര്യങ്ങളുടെ വ്യക്തത കാണാനാവും. അപ്പോൾ വെറും ഒരു നാളെ ചിലപ്പോൾ ഗണപതിയെ പറഞ്ഞതുപോലെ ഇതൊരു മിത്താണെന്നൊക്കെ പറഞ്ഞ ആളുകൾ വരും. അപ്പോൾ നമ്മൾക്ക് അതിനു തക്കതായ മറുപടി നമ്മൾക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾക്ക് അറിഞ്ഞിരിക്കണം എന്താണ് അയ്യപ്പൻ സമകാലീനനായ, ഈ പറയുന്ന പോലെ തന്നെ മറ്റു മതങ്ങൾ യേശു ക്രിസ്തുവിനെ കുറിച്ചിട്ടൊക്കെ പറയും, ചരിത്രം കാണുവാനുണ്ട്, തെളിവുകളുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾക്ക് കലിയുഗ വരദനെയും ഈ പറയുന്ന ആഖ്യാന രൂപത്തിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ, വിശകലനം ചെയ്താൽ വളരെ കൃത്യമായിട്ട് നമുക്കെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ന് സമയം ഏകദേശം നമ്മൾ ഉദ്ദേശിച്ച സമയമായതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ അയ്യപ്പൻ്റെ മഹിഷൻ്റെ ഊരായ മൈസൂരിൻ്റെ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾ വരെ നമ്മൾ പരിശോധിച്ചു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചരിത്രപരമായ കാര്യങ്ങൾ പരിശോധിക്കും. നമ്മൾ ശരിക്കും ഈ ഒരു സീരീസിൽ ഉദ്ദേശിക്കുന്നതും ഇത് തന്നെയാണ്. അയ്യപ്പൻ ഒരു സാങ്കല്പികമായ കഥാപാത്രമല്ല, അല്ലെങ്കിൽ ഒരു സാങ്കല്പികമായ ഈശ്വര സങ്കല്പമല്ല, അല്ലെങ്കിൽ പുരാണങ്ങളിൽ ഒരു കഥാരൂപത്തിൽ എഴുതിയ ഒരു ഈശ്വര സങ്കല്പമല്ല, മറിച്ച് ആധികാരികതയുള്ള ചരിത്രപരമായ ഭൂമിശാസ്ത്രപരമായ ബന്ധങ്ങളൊക്കെ നമ്മൾക്ക് നോക്കിയാൽ കാണുന്ന ഒരു ചരിത്ര പുരുഷനെന്നോ അല്ലെങ്കിൽ ഇതിഹാസ പുരുഷനെന്നോ എന്ത് വേണമെങ്കിലും, ഒരു ദിവ്യ പുരുഷൻ എന്ത് വേണമെങ്കിലും പറയാൻ അല്ലെങ്കിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ നമ്മുടേതായ കണ്ണുകളിൽ അല്ലെങ്കിൽ ആ ഒരു കോണിൽ എല്ലാ മേഖലകളിലും നോക്കിയാൽ നമുക്ക് അയ്യപ്പനെ ദർശിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത വരുന്ന ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ചരിത്രപരമായ വശങ്ങളിലേക്ക് കൂടെ നമ്മൾക്ക് പോവാം. ഇന്ന് ഈ 17ാമത്തെ ക്ലാസ്സും എല്ലാവരിലേക്കും എത്തിക്കണമെന്ന് ഒന്നുകൂടെ ഞാൻ എല്ലാ ക്ലാസ്സിലെ പോലെ തന്നെ അഭ്യർത്ഥിക്കുകയാണ്. കാരണം നമുക്ക് വലിയൊരു ദൗത്യം ബാക്കിയുണ്ട്. അയ്യപ്പനെ ലോകം അറിയുന്നുണ്ടെങ്കിലും ആ അയ്യപ്പൻ എന്ന തത്വത്തെയും കൂടെ നമ്മൾ ഇത്രയും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, ശാസ്ത്രീയമായ വശങ്ങളൊക്കെ നമ്മൾക്ക് ലോകത്തിന് മുമ്പിൽ എത്തിക്കാനുണ്ട്. പരമാവധി ആളുകളിലേക്ക്, നമ്മുടെ തന്നെ വീടുകളിലുള്ള തീർത്ഥാടനത്തിന് ഒരുങ്ങി നിൽക്കുന്ന ആളുകളൊക്കെ ഇതൊക്കെ കേട്ട് അതിൻ്റെതായ ആ ഒരു തലത്തിൽ തന്നെ അയ്യപ്പനെ സമീപിക്കാൻ അവരെ സാധിക്കണം. അങ്ങനെ ഒരു മോക്ഷം അല്ലെങ്കിൽ സായുജ്യം അടയാൻ വേണ്ടി അവരുടെ ഈ തീർത്ഥാടനമൊക്കെ അവരെ സഹായിക്കണം. അപ്പം നമ്മളെ തന്നെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും അയ്യപ്പൻ്റെ തീർത്ഥാടനത്തിന് ഒരുങ്ങുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സുപ്രഭാതത്തിൽ നിങ്ങളുടെ എല്ലാ തിരക്കിൻ്റെ ഇടയിലും ഈ ക്ലാസ്സിൽ വന്ന് അല്ലെങ്കിൽ ഈ ക്ലാസ് കേൾക്കാൻ നിങ്ങൾ കാണിക്കുന്ന ആ ഒരു ആവേശം അതിനു മുമ്പിൽ ശിരസ്സുകൊണ്ട് നമിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ.